Hi friends, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഒരു ആക്ഷൻ ക്യാമറയുടെ അൺബോക്സിംഗ് വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. ആക്ഷൻ ക്യാമറ എന്താണെന്നുള്ളത് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ പോകുന്ന സമയത്ത് ബൈക്ക് റൈഡേഴ്സ് ഒക്കെ ഹെൽമെറ്റിന് മേലെ ചെറുതായിട്ട് ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് പോലുണ്ടല്ലോ, അങ്ങനത്തെ ക്യാമറയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് അൺബോക്സ് ചെയ്യുന്നത്. YI എന്ന കമ്പനിയുടെ 4K ആക്ഷൻ ക്യാമറ ആണ്. YI എന്ന കമ്പനി ഷിയോമി എന്ന കമ്പനിയുടെ വേറൊരു പതിപ്പ് തന്നെയാണ് പറയാം. കുഴപ്പമില്ലാത്ത നല്ല പെർഫോമൻസ് നടത്തുന്ന ഒരു ക്യാമറയാണ് അത്. വാട്ടർ പ്രൂഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വെള്ളത്തിന്റെ അടിയിലൊക്കെ വീഡിയോ ചെയ്യണമെങ്കിലൊക്കെ ഈ ക്യാമറ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറയുന്നു. കൂടെയുള്ള ബെൽ ബട്ടൺ നിൽക്കുകയാണെങ്കിൽ എന്റെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫോൺ ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സാക്കി ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് ക്യാമറയുടെ ബോക്സ് വരുന്നത്. കണ്ടില്ല, ഇവിടെ എഴുതിയിട്ടുണ്ട് YI 4K ആക്ഷൻ ക്യാമറ. MI എന്ന കമ്പനിയുടെ വേറൊരു പതിപ്പ് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ കാറുകളുണ്ടല്ലോ, വോക്സ് വാഗൺ ഓടി എന്ന് പറഞ്ഞ പോലെ അതേപോലെ തന്നെയാണ്. ഇനി ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. 4K വീഡിയോ, 2.9 LCD സ്ക്രീന്, 2Hz ബാറ്ററി ലൈഫ്, വൈഫൈ ഉണ്ട്, അതിൻ്റെ പ്രോസസ്സറിൻ്റെ ഡീറ്റെയിൽസ്, ബ്ലൂടൂത്തും ഉണ്ട്, വാട്ടർ പ്രൂഫ് ആണ്. പക്ഷെ നിങ്ങൾ ആ കേസ് ഇടണം കേട്ടോ. കേസ് ഇടാതെ ക്യാമറ സ്വന്തമായിട്ട് വെള്ളത്തിൽ ഇറക്കരുത്, അത് കേട് വരുത്തുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ MRP സ്റ്റിക്കറും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. കുഴപ്പമില്ല. ഇനി നമുക്കിത് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ആ ക്യാമറ അതിൻ്റെ കൂടെ വേറെ എന്തൊക്കെയുള്ളതെന്ന് ജസ്റ്റ് നോക്കാം. വാവ്, എങ്ങനെയുണ്ട്? ഈ വാട്ടർ പ്രൂഫ് കേസ് ഇതിൻ്റെ കൂടെ ഫ്രീ ആണ് കേട്ടോ. സാധാരണ ഇങ്ങനത്തെ ക്യാമറകൾ വാങ്ങുമ്പോൾ ഇത് കിട്ടാറില്ല. ഇതിൻ്റെ കൂടെ അത് ഫ്രീ ആയിട്ടുണ്ട്. ക്യാമറ ഉണ്ടല്ല, ബ്ലാക്ക് കളർ ക്യാമറ. ഒന്ന് എടുത്ത് നോക്കാം നമുക്ക്. കണ്ടോ, ചെറിയൊരു ക്യാമറയാണ്. നല്ല രസമുണ്ടല്ലേ. ക്യാമറ അടിപൊളി. പിന്നെ ഒന്ന് ഡാറ്റ കേബിള്. പിന്നെ ഇത് വാട്ടർ പ്രൂഫ് കേസ്. വാട്ടർ ഇത് വെള്ളത്തിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത്, നമ്മൾ ഹെൽമെറ്റിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കാനുള്ള കേസാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ക്യാമറ വെക്കേണ്ടത്. അതിൻ്റെ രണ്ടും അതിൻ്റെ സ്റ്റാൻഡേർഡാണ്. പിന്നെ ഇത് USB കേബിൾ, അതായത് ചാർജിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഡാറ്റ കേബിളായിട്ട് യൂസ് ചെയ്യാനൊക്കെ ഉള്ള കേബിളാണിത്. സാധാ USB നമ്മൾ മൊബൈലിനൊക്കെ വരുന്ന കേബിൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ക്യാമറ ഒന്നുകൂടി നോക്കി നോക്കാം. ക്യാമറ അടിപൊളി സാധനം കേട്ടോ. ഞാൻ എന്തായാലും ഇനി ഇത് വാങ്ങുന്നുണ്ട്. എനിക്കൊരിത് ആവശ്യം വന്നിട്ടുണ്ട്. 12 മെഗാപിക്സലാണ് ക്യാമറ പവർ വരുന്നത്. കുഴപ്പമില്ലാത്ത ഒരുവിധം ആളുകളൊക്കെ ഇത് വാങ്ങുന്നുണ്ട്. ഇപ്പം നമ്മൾ ഗോപ്രോ വാങ്ങിയാണ്ട് വെറുതെ വലിയ എമൗണ്ട്, ഗോപ്രോക്കൊക്കെ ഏകദേശം 40,000 ആവറേജ് ഒക്കെയാണ് വരുന്നത്. ഇതിന് ജസ്റ്റ് 10,000 താഴെ ഉള്ളൂ. അപ്പം നമുക്കൊന്ന് ഓണാക്കി നോക്കി. ഇതുണ്ടോ ഇതിൻ്റെ ക്വാളിറ്റി? സൂപ്പറല്ലേ? വാവ്, നല്ലൊരു ക്യാമറ. ടച്ച് സ്ക്രീനാണ് കേട്ടോ ബാക്കിൽ വരുന്നത്. ഡിസ്പ്ലേ വരുന്നത് ടച്ച് സ്ക്രീനാണ്. നമുക്ക് നമ്മുടെ സെറ്റിങ്സ് ഒക്കെ മാറ്റി കൊടുക്കാം. മെമ്മറി കാർഡ് സ്ലോട്ട് ഉണ്ട്, ഞാൻ പറഞ്ഞത്. പിന്നെ വൈഫൈ ആക്സസിങ് ഉണ്ട്. സാധനം പൊളിയാണ് കേട്ടോ. പൊളിയാണോ? വെറും പൊളിയല്ല, പൊളി എന്താ പുളിയോ എന്താ പറയാ, അങ്ങനെയാണ് സാധനം. ഓഫാക്കി. അപ്പോൾ പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ഓഫ് ആയിക്കോളും. ഇനി നമുക്ക് ബാക്കി ആ ബോക്സിൽ എന്തൊക്കെയുള്ളത് നോക്കാം. ബാക്കിയുള്ളത് ഫുള്ള് യൂസർ മാനുവലും യൂസർ ഗൈഡുകളൊക്കെയാണ് ഉള്ളത്. അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള ചെറിയ സംഗതികളാണ്. വലിയ കാര്യമൊന്നും ഇല്ലാത്തതാണ്. എന്നാൽ റീഡ് ചെയ്ത് നോക്കണം നല്ലതാണ്. കാരണം ഏതൊരു കമ്പനി ആയാലും യൂസർ ഗൈഡ്, യൂസർ മാനുവൽ പോലത്തെ വരുന്നുണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ഇത് ഈ ക്യാമറ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഓക്കെ, വാങ്ങാൻ നോക്കുക. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. ഞാൻ അതിന് സപ്പോർട്ട് തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.